മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിലൂടെ ഹൈന്ദവ സംഘടനകൾ നാമം ജപിച്ചും ഭജന പാടിയും സംഘടന ഐക്യമുണ്ടാക്കുന്നതിനെക്കുറിച്ചും ഹൈന്ദവ ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമായ ഗവൺമെൻറ് നടപടികൾക്കെതിരെ പ്രതിഷേധിക്കുന്നതിനെക്കുറിച്ചും നാമം ജപിച്ചും ഭജന പാടിയും പ്രതിഷേധിക്കുന്നതിനെക്കുറിച്ചും ഞാനൊരു സന്ദേശം അപ്ലോഡ് ചെയ്തിരുന്നു. കുറച്ച് വ്യക്തികൾ ഇത് ഗോപാലകൃഷ്ണനിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല എന്ന രീതിയിൽ എന്നെ അറിയിക്കുകയുണ്ടായി. ഭജന പാടുന്നതും നാമം ജപിക്കുന്നതുമെല്ലാം അംഗീകരിക്കേണ്ടതാണ് എന്ന അർത്ഥത്തിൽ ആര് ഏത് രീതിയിലൂടെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ്. അതിനനുകൂലിച്ചോ എതിരായിട്ടോ പറയാനുള്ള യോഗ്യത എനിക്കില്ല. അതിനുള്ള ഉത്തരവാദിത്വം ഞാൻ എടുക്കാറുമില്ല, എടുക്കുന്നുമില്ല. ചില കാര്യങ്ങളിൽ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ അനുവർത്തിക്കേണ്ടതായ ചില ക്രമങ്ങൾ പ്രത്യേക രീതിയിൽ അനുവർത്തിക്കുകയാണെങ്കിൽ കുറെ കൂടി ഇഫക്റ്റീവ് ആവും എന്നറിയിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ അപ്രകാരമുള്ള കമൻ്റ് പറയാറുള്ളൂ. ഏത് കമൻ്റുകളും ഈ നാട്, നമ്മുടെ ധർമ്മം, സംസ്കാരം, നാട്, ധർമ്മം, സംസ്കാരം ഇവയുടെ ശാശ്വത നന്മയെ അടിസ്ഥാനമാക്കി മാത്രമേ ഞാൻ പറയാറുള്ളൂ. വേണ്ടതിനും വേണ്ടാത്തതിനും അഭിപ്രായം പറയുക, കമൻ്റ് പറയുക എന്നുള്ളതിനേക്കാളുപരി ഓരോ സംഭവത്തിൽ നിന്നും പഠിക്കാനുള്ളത്, അറിയാനുള്ളത്, പഠിപ്പിക്കാനുള്ളത്, അറിയിക്കാനുള്ളത് അറിയിക്കുക. അതും കൂടിയാണ് എൻ്റെ പരിമിതമായ അറിവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കാറുള്ളത്. ഈ ഭജനയും നാമജപവും നമ്മൾ ജീവിതത്തിൽ ചിലത് നേടിയെടുക്കാനുള്ള ഒരു കർമ്മപദ്ധതി ആക്കേണ്ട കാലഘട്ടമല്ല ഇത്. ത്രേതായുഗത്തിൽ പോലും ശ്രീരാമൻ്റെ ദൗത്യം നിർവഹിച്ചത് നാമം ജപിച്ചിട്ടല്ല. 14 വർഷം കാട്ടിലേക്ക് പോകേണ്ടി വന്ന ശ്രീരാമൻ നിരന്തരം എവിടെയെങ്കിലും ആശ്രമം കെട്ടി തപസ് ചെയ്താൽ മതിയായിരുന്നു, നാമം ജപിച്ച് ഭജന ചെയ്താൽ മതിയായിരുന്നു. ചെയ്തില്ല ശ്രീരാമൻ. 14 വർഷം ഒരിടത്തും വിശ്രമിക്കാതെ യാത്രയായിരുന്നു. അതിനിടയ്ക്ക് തൻ്റെ ധർമ്മപത്നിയെ നഷ്ടപ്പെട്ടപ്പോൾ അവിടെയും ശ്രീരാമൻ നാമം ജപിക്കുകയോ ഭജന പാടുകയോ അല്ല ചെയ്തത്. ധർമ്മത്തിൻ്റെ ആധികാരിക സ്വരൂപമെന്നറിയുന്ന ഹനുമാനുമായി ബന്ധപ്പെട്ട് ഹനുമാനിൽ നിന്ന് ധർമ്മബോധമുള്ള സുഗ്രീവനുമായി ബന്ധപ്പെട്ട് അധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ബാലിയെ നിഗ്രഹിച്ച് സ്വന്തം കൈകൊണ്ട് രാമേശ്വരത്ത് ഒരു ക്ഷേത്രം സ്ഥാപിക്കാൻ കഴിവുള്ള ശ്രീരാമൻ അവിടെ ആ ശിവന്റെ മുമ്പിൽ ഭജന പാടുകയോ നാമം ജപിക്കുകയോ അല്ല ചെയ്തത്. ഒരു സമുദ്രത്തിൻ്റെ ജലത്തെ മാറ്റാൻ കഴിവുള്ള അസ്ത്രം കയ്യിലുണ്ട് എന്ന് രാമായണൻ നമ്മളോട് പറയുന്നു. ആ കഴിവുള്ള രാമൻ ഈ കുരങ്ങന്മാരുടെ, പ്രാകൃതരായ വന നരന്മാരുടെ സഹായത്തോടുകൂടി ഒരു ബ്രിഡ്ജ് പണിത് അപ്പുറത്ത് ചെന്ന രാവണനുമായിട്ട് അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യുക ചെയ്തത്. തൻ്റെ ആത്മീയ ശക്തി കൊണ്ട് നാമം ജപിച്ച് ഭജന പാടി ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുകയല്ല ചെയ്തത്. അത് മെക്കാനിക്കലി ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്ത് അവിടെ വാനരന്മാരോട് നാമം ജപിച്ച് തപസ് ചെയ്യാനല്ല പറഞ്ഞത്. രാമ എന്ന പേരെഴുതിയ പാറ പൊക്കിക്കൊണ്ടുപോയി കടലിലിടാനാ പറഞ്ഞത്.
അവിടെ ചെന്നിട്ടും ഈ രാവണനെതിരെ സത്യാഗ്രഹം നടത്തുകയല്ല ശ്രീരാമൻ ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ അധർമ്മത്തെ ത്യജിക്കാൻ പറഞ്ഞു, കേട്ടില്ല, പിന്നെ യുദ്ധം ചെയ്യുക ചെയ്തത്. രാമൻ തിരിച്ചു വരുന്ന ഒരു ചക്രവർത്തിയുടെ മൂത്ത പുത്രൻ ചെയ്യേണ്ട ദൗത്യം, രാഷ്ട്രഭാരം ഏറ്റെടുത്ത തൻ്റെ ദൗത്യം കഴിഞ്ഞപ്പോഴാണ് ഇഹലോകവാസം വെടിഞ്ഞത്. ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണനും അത് തന്നെയാണ് ചെയ്തത്. ഒരിടത്തും ശ്രീകൃഷ്ണൻ ഭജന പാടി നാമം ജപിച്ച് വലിയ വലിയ കാര്യങ്ങൾ നേടാൻ ആരോടും പറഞ്ഞിട്ടില്ല. യുദ്ധം ചെയ്യാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ നല്ല ശക്തരായ ഭീഷ്മരും ദ്രോണരും കർണനും ബന്ധുക്കളായിട്ടും പിതാമഹന്മാരായിട്ടും അപ്പുറത്തുണ്ടെന്നറിഞ്ഞിട്ടും ആദ്യം അർജുനന് ജ്ഞാനയോഗമാണ് പറഞ്ഞു കൊടുത്തത്, ഭക്തിയോഗം അല്ല പറഞ്ഞു കൊടുത്തത്. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം ജ്ഞാനയോഗമാണ്, 3-ാം അധ്യായം കർമ്മയോഗമാണ്, 12-ാമത്തെ അധ്യായത്തിലാണ് ഭക്തിയോഗം. അപ്പൊ ഭക്തി സാവധാനത്തിലും അത് യുക്തി, കർമ്മവും ജ്ഞാനവുമാണ് ആദ്യം വേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന ശ്രീകൃഷ്ണൻ സൂര്യനെ മറയ്ക്കാൻ കഴിവുള്ള ചക്രം തൻ്റെ കയ്യിലുണ്ട് എന്ന് ഉത്തമ ബോധ്യമുണ്ടായിട്ടും ആ ശ്രീകൃഷ്ണനല്ല അർജുനന് വേണ്ടി യുദ്ധം ചെയ്തത്. അർജുനനെ കൊണ്ടും പാണ്ഡവരെ കൊണ്ടും അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പറയുക ചെയ്തത്. അധർമ്മം ചെയ്യുന്ന വ്യക്തികളെ ഇല്ലാതെയാക്കാതെ അധർമ്മം ഇല്ലാതെയാവില്ല. അധർമ്മം അന്തരീക്ഷത്തിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു സാധനമല്ല. അധർമ്മം ചെയ്യുന്നവരെയാണ് നിഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് അധർമ്മം നടക്കുമ്പോൾ സൈലന്റ് ആയിട്ടിരുന്ന ഭീഷ്മരെ ശിഖണ്ഡിയെ മുമ്പിൽ വെച്ചിട്ട് തെറിപ്പിക്കാനാ പറഞ്ഞത്. അധർമ്മം നടക്കുമ്പോൾ ആചാര്യസ്ഥാനത്തിരുന്ന വ്യക്തി ദ്രോണാചാര്യർ ഒന്നും അധർമ്മത്തിനെതിരെ മിണ്ടിയില്ല. അപ്പോ അതേ അധർമ്മം തിരിച്ചു കൊടുക്കാനാ പറഞ്ഞത്. അധർമ്മത്തിനെതിരെ സംസാരിക്കാത്ത കർണനെതിരെയും രഥചക്രം പൂണ്ടുപോയപ്പോഴത്തേക്ക് അടിച്ചു തെറിപ്പിക്കാനാ പറഞ്ഞത്. അധർമ്മത്തിനെതിരെ ഭജനയും നാമജപവുമല്ല, പ്രവൃത്തിയാ വേണ്ടത്. ഇന്നത്തെ ലോകത്തിലെ കാര്യം നോക്കാം. ക്രിസ്ത്യാനികൾ അവരുടെ കാര്യങ്ങൾ നോക്കാൻ, അവരുടെ സ്കൂളുകൾ, അവരുടെ കോളേജുകൾ, അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാം ചെയ്യാൻ ബൈബിളിലെ വരി ചൊല്ലിക്കൊണ്ട് റോട്ടിലൂടെ നടക്കുകയല്ല ചെയ്യുന്നത്. അവര് പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ളൊരു ദുരുദ്ദേശവും കൂടി അതിനകത്ത് ഉണ്ടാവും, കാര്യസിദ്ധിക്കായിട്ട്. അടുത്ത കാലത്ത് NSSന്റെ ജനറൽ സെക്രട്ടറി പറയുകയുണ്ടായി, എവിടെയെല്ലാം ഈ കേരള മുഖ്യമന്ത്രി പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നോ അവിടെ നിന്ന് കിട്ടുന്ന മെമ്മോറാണ്ടം, അവിടെ നിന്ന് കിട്ടുന്ന അപേക്ഷകളൊക്കെ അപ്പപ്പം തന്നെ പരിഹരിച്ചു കൊടുക്കുക ചെയ്തത്. എന്ത് എളുപ്പമാണ് പള്ളിയെ എങ്ങനെയാ അവരുടെ കാര്യം നേടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് നോക്കുക. ഓരോ ക്രിസ്ത്യൻ സംഘടനകളും ഭജന ചൊല്ലിയോ നാമം ജപിച്ചോ കുർബാന ചൊല്ലിയോ അല്ലെങ്കിൽ പ്രത്യേക പ്രാർത്ഥന നടത്തിയോ അല്ല അവരവരുടെ കാര്യം നടത്തുന്നത്. അവരവരുടെ കാര്യം നടത്താൻ അതാത് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ജില്ലകളിലും പള്ളിക്കാർക്ക് ആൾക്കാരുണ്ട്. കാണേണ്ടവരെ കാണേണ്ടത് അവർക്കറിയാം. അത് പുറമെ ആരും അറിയാതെ എങ്ങനെയൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്യാനുള്ള കഴിവ് പള്ളിക്കാർക്കുണ്ട്. അതിനേക്കാൾ കൂടുതൽ ജനസംഖ്യ കേരളത്തിൽ ഹിന്ദുക്കളുണ്ട്. കുറച്ചു പേര് മതി. ഒരു കോടി ഹിന്ദു ഉണ്ടെങ്കിൽ 1 കോടി ഹിന്ദുവും സെക്രട്ടേറിയറ്റിൽ പോയിട്ട് കാര്യം ചെയ്യേണ്ട കാര്യമില്ല. ആരെയൊക്കെയാണോ കാണേണ്ടത്, എങ്ങനെയൊക്കെയാണോ കാണേണ്ടത്, എന്തൊക്കെയാണോ ചെയ്യേണ്ടത് എന്ന് ക്രിസ്ത്യാനികൾക്ക് അറിയുന്നത് പോലെ മുസ്ലിങ്ങൾക്കും അറിയാം. അവരും ഖുറാൻ ചൊല്ലിക്കൊണ്ട് ഖുറാനിലെ വരികൾ പ്രാർത്ഥനയായിട്ട് ഉപയോഗിച്ചുകൊണ്ടല്ല പ്രൊസഷൻ നടത്താറും അവരുടെ ഐക്യവേദികളൊക്കെ ചെയ്യാറുള്ളതും. അവിടെ കാര്യമാത്ര പ്രസക്തമായിട്ട് ഒരുമിക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ പറയും. അങ്ങനെയെല്ലാമാണ് അവർ ചെയ്യാറുള്ളത്. അടുത്ത കാലത്ത് സുൽത്താൻ ബത്തേരിക്ക് അടുത്തൊരു മുസ്ലിം പള്ളിയിൽ പ്രഭാഷണത്തിന് പോയി ഞാൻ. ആ പള്ളിക്ക് അകത്തായിരുന്നു പ്രഭാഷണം. രാവിലത്തെ അവരുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ ക്ലാസ്. രാവിലെ 5 മണിക്കായിരുന്നു എൻ്റെ ക്ലാസ്. ആ ക്ലാസ് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ ഓരോരുത്തരെയായിട്ട് എന്നെ പരിചയപ്പെടുത്തി. ഈ പ്രദേശത്തുള്ള മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനുള്ള, വിവാഹ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു കോർഡിനേറ്റർ, സാമ്പത്തിക കാര്യം നോക്കാനുള്ള ഒരു കോർഡിനേറ്റർ, ഗവൺമെൻറ് തരുന്ന സഹായങ്ങൾ കൃത്യമായിട്ട് മുസ്ലിങ്ങൾക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാനുള്ള ഒരു കോർഡിനേറ്റർ, മുസ്ലിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാതിരിക്കാൻ അവർ തമ്മിൽ സഹകരിപ്പിക്കാനുള്ള ഒരു അഡ്വക്കേറ്റ് കോർഡിനേറ്റർ, മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അത് മൊത്തം നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടർ കോർഡിനേറ്റർ, 8 പേരെയാണ് എന്നെ പരിചയപ്പെടുത്തിയത്. ഈ കോർഡിനേറ്റർമാരുടെ കോർഡിനേറ്റർ 7+1 8 പേരെയാണ് പരിചയപ്പെടുത്തിയത്. 10
1000-ഓളം കുടുംബങ്ങളാണ് പ്രദേശത്തുള്ളത്. അതിൽ 8 പേരാണ് ഈ കാര്യം ചെയ്യുന്നത്. അവർക്ക് ആ സ്ഥാനപ്പേരും ഉണ്ട്, അതനുസരിച്ച് അവർ ചെയ്യുന്നു. ഗവൺമെന്റിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ സഹായത്തിലും ഒരെണ്ണം പോലും മിസ് ചെയ്യാതെ ഈ കോർഡിനേറ്റർ ഇവരെ അറിയിച്ചുകൊണ്ടിരിക്കും എന്താണ് ചെയ്യേണ്ടത്. അത് മലമറിക്കുന്ന വലിയ പ്രവൃത്തിയൊന്നുമല്ല. എന്തെല്ലാം ഗവൺമെന്റ് സഹായമുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എവിടെയൊക്കെ അഡ്മിഷൻ കിട്ടാനുണ്ട്, എവിടെയൊക്കെ രോഗമുള്ളവരുണ്ട്, ഇതെല്ലാം തന്നെത്താനെ അവർ തന്നെ ഈ കോർഡിനേറ്ററെ ഒന്ന് അറിയിച്ചോളും. അങ്ങനെ തന്നെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ കുറെ കൂടി ഇഫക്റ്റീവായിട്ടുള്ള കോർഡിനേഷൻ നടത്തുന്നതിന് വേണ്ടി വരുന്ന സമയവും ഊർജവും ഇന്റലക്ച്വൽ കപ്പാസിറ്റിയും ഈ നാമം ജപിച്ചും ഭജന പാടിയും കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ നടക്കുന്നതാണ്. അത്ര മാൻ പവർ വേണ്ട അതിന്. അത് മാത്രമല്ല, ഇനിയും നോക്കാം, വളരെ സിമ്പിളായിട്ട് പറയാം. ഭാരതത്തിൽ ത്രിപുരയിൽ മാത്രമേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭരണം ഇപ്പോൾ ഉള്ളൂ. ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല അവർ, ബാക്കി എല്ലായിടത്തും പോയി. അങ്ങനെയുള്ള അവർ കേരളത്തിൽ കുറച്ചു കാലം ഭരിച്ചിരുന്നു. ആ ഭരിക്കുന്നതിനിടയ്ക്ക് 4-5 TV ചാനൽ അവരുണ്ടാക്കി. കേരളം മുഴുവനും അവരുടെ പത്രം എത്തുന്നുണ്ട്, അവരുടെ വാരിക എത്തുന്നുണ്ട്, അവരുടെ മാസിക എത്തുന്നുണ്ട്. എത്രയോ ഹിന്ദു പ്രതിനിധികളെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഹിന്ദുവിൻ്റെ വോട്ട് പറഞ്ഞ് ജയിച്ച രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. അവിടെ ഒന്നും ഒരു TV ചാനൽ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാക്കേണ്ടതല്ലേ? അതിഗംഭീരമായിട്ട് മോഡി ശിവഗിരിയിൽ വന്ന് ആത്മീയതയും പറയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളും വെട്ടിത്തുറന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പ്രതിഷേധിച്ചവർക്ക് പ്രതിഷേധത്തിന് മറുപടിയും കൊടുത്തില്ല. കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് മോഡി പേടിയിലായിരുന്നു, പക്ഷെ അതിനൊന്നും ഉത്തരം കൊടുത്തില്ല. അത്ര ഗംഭീരായിട്ട് ഭാരതത്തിൻ്റെ അഭിമാനം ഉയർത്തിക്കൊണ്ട് മോഡി ആത്മീയത മാത്രം സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോലും വളരെ ഭംഗിയായിട്ട് ഒരു TV ചാനൽ തുടങ്ങാമായിരുന്നു. ഇല്ല. ഇവിടെ കേരളത്തിൽ കോൺഗ്രസ്സുകാർക്ക് ഒരു TV ചാനലുണ്ട്, അവരുടേതായിട്ടുള്ള പത്രം തർക്കേടില്ലാതെ ഫ്ലറിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ നാമം ജപിച്ച് ഭജന പാടിയിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തുക? അപ്പോൾ ഞാൻ പറയേണ്ടായി, മുഹമ്മദ് ഗസ്നിയും ഗോറിയും തൈമൂറും ഖിൽജിയും മുഗളവംശവും അല്ലാത്ത വംശവും എല്ലാം ഭാരതത്തിലെ ഹിന്ദുക്കളെ കഴുത്തറുത്തു കൊന്നു. മഹാനായ അക്ബർ എന്ന് പറയുന്ന വ്യക്തി പോലും ജസിയ എന്ന ഹിന്ദു നികുതി മാറ്റാൻ തന്നെത്താനെ ഒരു ഹിന്ദു ഭാര്യ വന്നപ്പോഴാണ് തോന്നിയത് അയാൾക്ക്. അത്രയും കാലം അയാൾ തോന്നിയില്ല. മഹാനായ എന്നൊക്കെ വെറുതെ നമ്മളെ പറ്റിക്കാൻ പറയുകയാണ്. 150 ദിനാറായിരുന്നു ഗംഗയിൽ കുളിച്ചാൽ അന്ന് ശിക്ഷ, അല്ലെങ്കിൽ കഴുത്തറക്കും. അന്നും ഹിന്ദുക്കള് നാമം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തീർന്നില്ല. ആലോചിച്ച് നോക്കാം, രാവിലത്തെ TV ചാനൽ ഓൺ ചെയ്ത് നോക്കാം. ഏഷ്യാനെറ്റിലും സൂര്യ TVയിലും അതുപോലെ തന്നെ ACVയിലും എല്ലാം ഹിന്ദു സന്യാസിമാരുടെ പ്രഭാഷണമുണ്ട്. അവരെല്ലാം ശ്രീകൃഷ്ണനെ അർപ്പിക്കുക, മനസ്സിൽ ഈശ്വരനുണ്ട്, എന്നിട്ട് ധ്യാനിക്കുക, അനുഭൂതിയുടെ ലെവലിലേക്ക് ഉയരുക. കോഴിക്കോട് കൊളത്തൂര് ആശ്രമത്തിലെ ചിദാനന്ദപുരി ഒഴികെ ബാക്കി എല്ലാ സന്യാസിമാരും ഭക്തിയുടെ മാർഗ പറയുന്നത്. ഭക്തി തന്നെ ഇവിടെ ഒരുതരം രോഗമായിരിക്കുക, വഴിപാടുകൾ രോഗലക്ഷണങ്ങളും. അപ്പൊ ഈ സന്യാസിമാര് ഭക്തി അതായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത്. വേദവ്യാസൻ സന്യാസിയായിരുന്നില്ലേ, ഋഷിയായിരുന്നില്ലേ, മഹർഷിയായിരുന്നില്ലേ? അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യാൻ സ്വന്തം കുടുംബക്കാർക്ക് പോലും ആ പെർമിഷൻ കൊടുത്തിട്ടാ പോയത്. അഗസ്ത്യ മഹർഷിയാണ് വളരെ ഭംഗിയായിട്ടുള്ള മന്ത്രം പറഞ്ഞു കൊടുത്ത അധർമ്മത്തിനെതിരെ പോരാടാൻ ശ്രീരാമനെ മോട്ടിവേറ്റ് ചെയ്തത്. അപ്പൊ ആലോചിച്ച് നോക്കാം, വിശ്വാമിത്രൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും കൊണ്ടുപോയത് യാഗത്തെ നശിപ്പിക്കുന്ന രാക്ഷസന്മാരെ ഇല്ലാതെയാക്കാനാണ്. ഇപ്പൊ സന്യാസിമാര്, ഋഷിമാര്, മഹർഷിമാര് അധർമ്മത്തിനെതിരെ പോരാടാനാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ സന്യാസിമാരെ പോലെ ഭാഗവതം വായിച്ച് കൃഷ്ണനെ മാത്രം ചിന്തിച്ച് ഭഗവത്ഗീത മാത്രം ചിന്തിച്ച് പൂജിച്ച് ആത്മീയമായിട്ട് ഉയരൂ, നിങ്ങൾ അമ്പലത്തിലേക്ക് പോകണ്ട, നിങ്ങൾ പൊങ്കാല ഇടണ്ട എന്നുള്ളതല്ല. പൊങ്കാല ഇടുകയാണെങ്കിൽ പൊങ്കാല കൊണ്ട് ഹൈന്ദവ ഐക്യം എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? അമ്പലത്തിൽ പോകുമ്പോൾ ഹൈന്ദവ ഐക്യം എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? ആഡംബരത്തിൽ ആനകളെ ഉപയോഗിച്ചും ആഡംബരത്തിൽ വെടിക്കെട്ട് ഉപയോഗിച്ചും 10,000-കണക്കിന് ട്യൂബ് ലൈറ്റ് ഉപയോഗിച്ചും ഈ ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി ഇല്ലാതെ നെട്ടോട്ടോട് ഓടുന്ന കാലഘട്ടത്തിൽ ഈ ആഡംബരങ്ങളിലൂടെ ആ അമ്പലങ്ങളിൽ 10 ദിവസം ഉത്സവം ആഘോഷിക്കുന്ന വേളയിൽ
പഠിപ്പിക്കാനുള്ളത് പഠിപ്പിച്ചും ഹൈന്ദവ ഐക്യത്തിലൂടെ ശക്തി പ്രകടിപ്പിച്ചും നേടാനുള്ളത് എല്ലാ സ്ഥലത്തു നിന്ന് നേടാനും കൂടിയുള്ള ശ്രമം നടത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഭജനയും നാമം ജപവും ഒന്നും തെറ്റല്ല, പക്ഷെ അസ്ഥാനത്ത് എല്ലാം അസ്ഥാനത്ത് തന്നെയാണ്. ഉപ്പ് വളരെ നല്ലതാ, സാമ്പാറിനും ഓലനും എരിശ്ശേരിക്കും പുളിശ്ശേരിക്കും ഉപ്പ് നല്ലതാ. ആ നല്ല ഉപ്പ് കൊണ്ടുപോയിട്ട് ചായയിലോ അല്ലെങ്കിൽ പാൽപ്പായസത്തിലോ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ വേണ്ടത് വേണ്ട സ്ഥലത്താണ് വേണ്ടത്. മാത്രമല്ല, ഇത്രയും ചങ്കൂറ്റത്തോടു കൂടി ഹൈന്ദവ ഐക്യം നമ്മൾ ദൃഢമാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ലവ് ജിഹാദിനെതിരെ പൊതുവേദിയിൽ ഇത്രയും കാലം ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അത് പറയേണ്ടതല്ലേ? ജീവൻ മരണ പോരാട്ടമായിരിക്കാം, എന്നാലും ഹിന്ദു പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും കാശ് കൊടുത്തും പ്രേമിപ്പിച്ച് പർദ്ദയിടിപ്പിച്ച് അല്ലെങ്കിൽ മുസ്ലിമാക്കി പൊന്നാനി കൊണ്ടുപോയിട്ട് സുന്നത്ത് നടത്തിച്ചിട്ട് ജീവിപ്പിക്കുന്നതിന് പകരം ചങ്കൂറ്റത്തോടുകൂടി പറയല്ലേ വേണ്ടത്? ഭാരതം മുഴുവനും മതപരിവർത്തനം നടക്കുന്നില്ലേ? ഇതിനെതിരെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ് അപ്പുറത്തേക്ക് പോയവരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ഇത്രയും അധികം സംഘടനാ ശക്തിയുള്ള ഹിന്ദുക്കൾക്ക് എന്തുകൊണ്ട് സാധിക്കണില്ല? നാമം ജപിച്ചും ഭജനപാടിയും ഇരുന്നതിൻ്റെതാണെന്ന് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എത്രയോ സ്ഥലത്ത് സ്വന്തം കുടുംബാംഗങ്ങൾ മതപരിവർത്തനം നടത്തി പോയിട്ടും അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടതാണ് എന്ന് ഒരിടത്തും ഒരു ഹൈന്ദവ പ്രവർത്തകനും പറഞ്ഞു കേട്ടിട്ടില്ല. അവരെ നമ്മുടെ ധർമ്മത്തിൽ നിന്ന് അവർ കൊണ്ടുപോയത് കാശ് കൊടുത്തും പ്രലോഭിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചിട്ടുമാണ്. ആര് ഏത് ഈശ്വരനെ പൂജിക്കുന്നു എന്നുള്ളതൊക്കെ അവനവൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ചതിച്ചും വഞ്ചിച്ചും അത് ചെയ്താൽ അവരെ കറക്റ്റ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ടത് ഈ ധർമ്മത്തിലുള്ളവരാ. അത് അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ നോക്കേണ്ടത്. ആലോചിച്ച് നോക്കാം, യോഹന്നാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾക്ക് 2 ചാനലുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് 2 ചാനലുണ്ട്. ക്രൈസ്തവ സംഘടനകൾക്ക് എത്രയാ TV ചാനൽ നോക്കാം. എങ്ങനെ ഇത് സാധിച്ചത്? അതെല്ലാം ദൂരെ മാറി നിന്നുകൊണ്ട് തനിക്ക് പറയാമെന്ന് എന്നോട് വേണമെങ്കിൽ ചോദിക്കാം. ഒരു കാര്യം ഉറപ്പാ, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. ഇച്ഛാശക്തി മാത്രം പോരാ, അത് ചെയ്യാനുള്ളത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ജ്ഞാനശക്തിയും വേണം. അതിനുള്ള ഡിവോഷൻ, ഭക്തി, ക്രിയാശക്തിയും വേണം. ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയുമുള്ള 10,000 വ്യക്തികളൊന്നും വേണ്ട, ഡസൻ കണക്കിന് വ്യക്തികൾ മതി. അവരാണ് യഥാർത്ഥത്തിൽ ഒരു സ്ഥാപനത്തെയും സംഘടനയെയും പ്രസ്ഥാനത്തെയും കൊണ്ടുപോകുന്നത്. അത് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിനു പകരം നമ്മൾ ഭജന പാടിക്കൊണ്ട് നാമം ജപിച്ചുകൊണ്ട് നടന്നു കഴിയുമ്പോൾ നോക്കാം, ഒരു ഹിന്ദു ഐക്യവേദിയുടെയോ ഹിന്ദു പ്രസ്ഥാനത്തിൻ്റെയോ ഹിന്ദു സംഘടനകളുടെയോ NSSൻ്റെയോ SNDPയുടെയോ പുലയ മഹാസഭയുടെയോ നാടാർ മഹാസഭയുടെയോ സമ്മേളനത്തിൽ സംഘടനാ ശക്തിയെക്കുറിച്ചും നേടേണ്ട കാര്യത്തെക്കുറിച്ചും അതിന് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചും വിവരിക്കാതെ കുറേ പേര് സംഘടിച്ചു എന്ന് വിചാരിക്കാം. പ്രോഗ്രാം എഫിഷ്യൻ്റായിട്ട് നടത്തി, ഒരു സംശയമില്ല. കാരണം 10,000 ആൾക്കാർ വന്നു, എല്ലാവരും നാമം ജപിച്ചു, അവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ അത് കഴിച്ചു, 1-2 പേര് പ്രസംഗിച്ചു, അതും കേട്ടു, എല്ലാവരും വീട്ടിൽ പോയി. അടുത്ത ദിവസം എന്ത് മാറ്റം ഉണ്ടായി? ഇത് എഫിഷ്യൻ്റായിട്ട് നടത്തി. എഫക്റ്റ് എന്തായിരുന്നു? ഇതിനൊരു എഫക്റ്റ് വേണ്ടേ? എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതിനൊരു റിസൾട്ട് വേണ്ടേ? അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു വലിയ നേട്ടം ഉണ്ടാവണ്ടേ? ഒരു നേട്ടവും ഉണ്ടാവാതെ മെക്കാനിക്കലി ഇങ്ങനെ കുറേ കാര്യം ചെയ്യുമ്പോൾ അവിടെ ഭക്തി ഒരു രോഗമായിട്ട്, അല്ലെങ്കിൽ ഭക്തി ഒരുതരം എന്താ പറയുക സിംറ്റമായിട്ട് അവസാനിക്കുന്നതിന് പകരം ഭക്തി ആവശ്യമാണ്. ആവശ്യമുള്ളയിടത്ത് ഹിന്ദു സംഘടനാ കാര്യങ്ങൾ ചെയ്യുന്നതിന് അമ്പലത്തിൽ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ എല്ലാവരും ചേർന്ന് അർച്ചന നടത്തുന്നു. അത് അമ്പലമാണ്, അവിടെ അതാവാം. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ അർച്ചനയും ഭജനയും നാമജപവും അല്ലെങ്കിൽ പബ്ലിക് ഗ്രൗണ്ടിൽ അത് ചെയ്യുന്നത് കൊണ്ട് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ആവശ്യം എന്താണ്, അത് മതിയോ എന്നാണ് ചോദിച്ചത്. അപ്പം ഈ ലോകം മുഴുവനും മാറിയിട്ടും നമ്മളിപ്പോഴും ഭജനയിൽ നിന്നതിൻ്റെ ലക്ഷണമല്ലേ AD 995 മുതൽക്ക് മുഹമ്മദ് ഗസ്നിയും ഗോറിയും വന്ന് നമ്മളെ ആക്രമിച്ചത്.
ഇപ്പോഴും അത് തന്നെയല്ലേ സംഭവിക്കുന്നത്? ഇവിടുത്തെ മുസ്ലിം മന്ത്രിമാര് അവരുടെ സമുദായത്തിന് വേണ്ടി എല്ലാം കൊടുക്കുന്നു, ക്രിസ്ത്യൻ മന്ത്രിമാർ അവരുടെ സമുദായത്തിന് വേണ്ടി എല്ലാം കൊടുക്കുന്നു, ഹിന്ദു മന്ത്രിമാരെ കൊണ്ടും മുസ്ലിം മന്ത്രിമാരെ കൊണ്ടും ക്രിസ്ത്യൻ മന്ത്രിമാരെ കൊണ്ടും നമുക്ക് ആവശ്യമുള്ളത് ഇതെല്ലാമാണെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ, അവരുടെ സമുദായത്തിലുള്ള മന്ത്രിമാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെ നമ്മൾ ശ്രമിച്ചാൽ കുറേയൊക്കെ നടക്കില്ലേ? നമ്മൾ ദൂരെ മാറി നിന്നുകൊണ്ട് പ്രതിഷേധിക്കാൻ, ജാഥ നടത്താം, മെമ്മോറാണ്ടം കൊടുത്താൽ അത് പോരാ, അതിനേക്കാളും ഭംഗിയായിട്ട് നടത്തണം. അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രി ഉണ്ടായിരുന്നപ്പോൾ പട്ടിക്കാടോ പട്ടണക്കാടോ അവിടെ ഒരു അമ്പലത്തിൽ ഗോപുരം നിർമ്മിക്കാൻ കുറച്ച് സഹായം വേണമെന്ന് മന്ത്രിയോട് അപേക്ഷിക്കണമെന്ന് പറഞ്ഞു. ആ മന്ത്രിയെ കൊണ്ട് അവിടുത്തെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചപ്പോൾ ആ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ഈ മെമ്മോറാണ്ടം കൊടുത്തു. ഉടനെ തന്നെ മന്ത്രി അതിന് കുറച്ച് പൈസ കൊടുക്കേണ്ടായി. അപ്പൊ നേടാനുള്ളത് നേടണം. പ്രതിഷേധിക്കലും വാദിക്കലും അതിതെല്ലാം അവിടെ ഇരിക്കട്ടെ, വേണം അതെല്ലാം. പക്ഷെ നേടാനുള്ളത് നേടാൻ പാകത്തിന് കാണേണ്ടവരെ കണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് സംഘടനാ പ്രവർത്തനത്തിൽ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവുക, എഫക്റ്റീവ് ആവുക. നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന സംഘടനകളൊക്കെ നമ്മുടെ ശത്രുക്കളാണെന്ന് ധരിച്ച് ആ സംഘടനാ ഭാരവാഹികൾ ഭരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ മുട്ടുകുത്തില്ല, തലകുനിക്കില്ല എന്ന് പറയുന്ന സ്വഭാവം ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഇല്ല. മദർ തെരേസ ആദ്യം ചെയ്തത് എന്താ അറിയോ? അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയപ്പോൾ വാജ്പേയിയെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. എന്തിനാ അറിയോ? അമ്മച്ചിക്ക് കൃത്യമായിട്ട് അറിയാം BJP ഗവൺമെന്റ് വന്നാൽ അമ്മച്ചിയുടെ മതപരിവർത്തനത്തിന്റെ പരിപാടി നടക്കില്ല എന്ന്. അതിന് മുൻകൂറായിട്ട് ഓടുന്ന പട്ടിക്ക് 8 മുഴം മുമ്പേ എറിഞ്ഞതാണ് മദർ തെരേസ അടൽ ബിഹാരി വാജ്പേയിയെ ചെന്ന് കണ്ട് അനുഗ്രഹം കൊടുത്ത്, വാങ്ങിച്ചില്ല അമ്മച്ചി, അനുഗ്രഹം കൊടുത്ത് ഈ യജ്ഞത്തിൽ സഹകരിക്കണം എന്ന് പറഞ്ഞത്. വാജ്പേയി ആണെങ്കിൽ ഭംഗിയായിട്ട് സഹകരിക്കുകയും ചെയ്തു. ബിഷപ്പുമാരുടെ സമ്മേളനം ഇന്ത്യയിൽ നടത്താൻ അനുവാദവും കൊടുത്തു. അപ്പൊ ആലോചിച്ച് നോക്കാം, അവനവൻ കാര്യങ്ങൾ എന്തെല്ലാമാണ് നേടേണ്ടതെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ബോധം ഉണ്ടാവണം. അത് നേടാൻ വേണ്ട വ്യക്തമായ പരിപാടികൾ ഉണ്ടാവണം. അത് നേടിക്കഴിഞ്ഞാൽ അടുത്തത് എന്താ നേടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുണ്ടാവണം. ഇത് NSSനും SNDPക്കും എല്ലാവർക്കും ബാധക. നമ്മൾ ദൂരെ മാറി നിന്ന് പത്രങ്ങളിൽ വരാൻ പാകത്തിന് പ്രസ്താവനകൾ ഇറക്കിയതുകൊണ്ടായില്ല. പ്രസ്താവനകൾ പോയിട്ട് ഇവിടെ വലിയ 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 അഴിമതികൾ പോലും ഓരോ ദിവസം കഴിയുമ്പോൾ മാഞ്ഞു പോകുന്നു. പിന്നെ പ്രസ്താവനകൾക്ക് എന്താ വിലയുള്ളത്? പ്രതിഷേധങ്ങൾക്ക് എന്താ വിലയുള്ളത്? എല്ലാ ദിവസവും പ്രതിഷേധവും പ്രസ്ഥാനവുമുള്ള ഈ നാട്ടിലെ പ്രതിഷേധങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും എന്തെങ്കിലും വിലയുണ്ടോ? എത്ര ഹർത്താൽ ഇവിടെ നടന്നു, എത്ര പൊതുപണിമുടക്ക് ഇവിടെ നടന്നു. ഇതെല്ലാം നടക്കുമ്പോഴും, എല്ലാ അഴിമതി നടക്കുമ്പോഴും ക്രിസ്ത്യൻ മന്ത്രിമാരും മുസ്ലിം മന്ത്രിമാരും എന്താണ് ചെയ്യുന്നത് നോക്കുക. അതിനിടയ്ക്ക് അവരുടെ കാര്യങ്ങൾ നോക്കുക. അടുത്ത കാലത്ത് സുകുമാരൻ നായർ പറയണ്ടായി 10-35 ക്രിസ്ത്യൻ സ്കൂളുകൾക്ക് ഫണ്ട് കൊടുത്തു എന്ന്. അവർ കൊടുത്തു. ഹിന്ദുക്കൾ ചോദിച്ചിട്ടുണ്ടോ? ആദ്യത്തെ ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെ മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനെ ന്യായീകരിച്ചതല്ല, ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നാമം ജപിച്ചുകൊണ്ടിരുന്നാൽ അതൊക്കെയാ സംഭവിക്കുക എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യം പറഞ്ഞത്. ഒരു സംഘടനയോടും എതിർപ്പില്ല. ഹൈന്ദവ കാര്യങ്ങള്, പൈതൃക കാര്യങ്ങള്, സാംസ്കാരിക കാര്യങ്ങള്, ഭാരതത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന അവര് ഏത് വ്യക്തിയാണെങ്കിലും അവരുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ എന്നും ഉണ്ടാവും. ഹിന്ദു ധർമ്മത്തിനെതിരെ, പൈതൃകത്തിനെതിരെ, സംസ്കാരത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ അതേപോലെ തന്നെ വിമർശിക്കാൻ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഉള്ളിടത്തോളം കാലം അതും ചെയ്യുന്നുണ്ടാവും. അവിടെ ഒരു വ്യക്തിയോടോ ഒരു സംഘടനയോടോ അനുകൂലമോ പ്രതികൂലമോ ഉണ്ടായിട്ടല്ല, മറിച്ച് നന്മകൾ നിലനിൽക്കണം, തിന്മകൾ കഴിയുന്നത്രയും കുറയ്ക്കണം. ഒരു വ്യക്തിയോടോ ഒരു സംഘടനയോടോ ഇല്ല, അവരിൽ ചിലർ ചെയ്യുന്ന ആ പ്രത്യേക തരത്തിലുള്ള ആ ധാർമ്മിക പ്രവർത്തനത്തോടുള്ള എതിർപ്പ് മാത്രമാണ് ഇങ്ങനെ ചെയ്യാൻ കാരണമാകുന്നതും പറയാൻ കാരണമാകുന്നതും. അത് ഇനിയും ചെയ്യും, ഇനിയും പറയും. അവസാനത്തെ ശ്വാസം വരെ, നാക്ക് അനങ്ങുന്നത് വരെ, ശരീരത്തിൽ ജീവൻ ഉള്ളയിടത്തോളം ധർമ്മത്തിന് വേണ്ടി, എൻ്റെ ഭാരതത്തിനും എൻ്റെ ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.